അയ്യ വണക്കം. ഖൈബർ പക്തൂൺഖ്വ മേഖല, പാകിസ്ഥാനിലെ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖല എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഈ എടുക്കുന്ന വീഡിയോയിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നാക്കുപിഴകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിറിയയിൽ ഉണ്ടായ ആക്രമണം 2019 മുതൽ 2014 വരെ എന്ന് പറയുമ്പം ഉടനെ തന്നെ താഴെ കമൻറ്റ് വരും, 2019 മുതൽ 2014 വരെ, എന്താണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് വരുന്നത്. ചെറിയൊരു നാക്കുപിഴയാണ്. അത് നമ്മളൊരു പ്രോംപ്റ്റർ പോലുമില്ലാത്ത ഒരു രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോംപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ എഴുതി വെച്ച് ഇങ്ങനെ വായിക്കും. ഈ സംഭവം മുഴുവൻ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച്, രാത്രി മുഴുവൻ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കാണ്ടാൻ പോലെ പഠിച്ച് ഇത് മൊത്തം തലയ്ക്കകത്ത് കയറ്റി എന്താണ് വിഷയം എന്ന് അപഗ്രഥനം നടത്തി അതിനുശേഷം ഒരു പ്രോംപ്റ്റർ പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇറാൻ എന്നുള്ള വാക്ക് നാക്ക് തെറ്റി ഇറാഖായി മാറും. ചിലപ്പോൾ 2014 മുതൽ 2019 എന്നുള്ള സാധനം 2019 മുതൽ 14 എന്നൊക്കെയായി മാറും. അത് സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള, നമ്മുടെ ചിന്താചരവും പറയുന്നത് പോലെ നോട്ടപ്പിശകല്ല, ഇത് മനുഷ്യ സഹജമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള എന്താണ്, ചെറിയൊരു നാക്കുപിഴ മാത്രമാണ്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വിനീത വിധേയനായി ഞാൻ തുടങ്ങുന്നു. ക്ഷമിക്കണം, ഉപദ്രവിക്കുന്നത് ജീവിതമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തു തന്നെയായാലും ഈ ഖൈബർ പക്തൂൺഖ്വ മേഖല എന്ന് പറയുന്ന മേഖലയിൽ ഈ പാകിസ്ഥാൻ്റെ സൈന്യം തലങ്ങും വിലങ്ങും കിടന്ന് മുണ്ടും തുണിയില്ലാതെ ഓടുകയാണ്. അവിടെ കിടന്ന് അടി വാങ്ങിച്ച് കൂട്ടുകയാണ്. കാരണം ഈ ഖൈബർ പക്തൂൺഖ്വ മേഖല എന്ന് പറയുന്ന മേഖലയിലാണ് ഈ താലിബാൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ ശക്തമാകുന്നത്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ മാപ്പിൽ കാണുന്ന അത്രയില്ല. മാപ്പിൽ കാണുമ്പോൾ ഒരു ഡോബർമാൻ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തോന്നും, പക്ഷേ അതല്ല യഥാർത്ഥ പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഇസ്ലാമാബാദ് അടക്കമുള്ള കുറച്ച് പ്രദേശം മാത്രമേ പാകിസ്ഥാനുള്ളൂ. ബാക്കിയെല്ലാം ഈ പ്രവിശ്യകളായിട്ട് പിരിഞ്ഞു കിടക്കുകയാണ്. അതറിയാമല്ലോ അല്ലേ? അല്ല, ഞാൻ എടുത്തു ചോദിക്കുകയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലും വലിയ വിദഗ്ധന്മാരാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതങ്ങനെയല്ല ആക്ച്വലി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അതിനെക്കാട്ടിലും വലിയൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തും. നമ്മുടെ പ്രേക്ഷകർ പെട്ടെന്ന് വിദഗ്ധന്മാരാവും. അതായത് ഞാനിപ്പോൾ ലെൻസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ പെട്ടെന്ന് പൾമനോളജിസ്റ്റുകളാവും, കണ്ണിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഫ്താൽമോളജിസ്റ്റുകളാവും, ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ ഉടനെ തന്നെ ഡെർമറ്റോളജിസ്റ്റുകളായി മാറും. മനസ്സിലായി? എടാ, ഈ ഹൃദയം ഡെർമറ്റോളജി അല്ല, അത് കാർഡിയോളജിയാണ്. അതെനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, ചെറിയൊരു നാക്കുവഴിയായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ അതാണ് പറഞ്ഞു വരാൻ വന്നത്. അതായത് നമ്മുടെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ പല പ്രവിശ്യകളായിട്ട് പിരിഞ്ഞു കിടക്കുകയാണ്. ഈ നടുക്കുള്ള ഈ സാധനം മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മറ്റേത് ഖൈബർ പക്തൂൺഖ്വ മേഖല ഒരു പ്രവിശ്യയായിട്ട് പിരിഞ്ഞു കിടക്കുകയാണ്. അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് പഞ്ചാബ് പ്രവിശ്യ, അതാണ് ഏറ്റവും സമൃദ്ധമായിട്ടുള്ളൊരു പ്രവിശ്യ എന്നാണ് പറയുന്നത്. അവിടെയും സ്വാതന്ത്ര്യം വേണമെന്നുള്ള വാദം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അപ്പുറത്ത് 40% ഓഫ് പാകിസ്ഥാൻ ഈസ് ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാന് 40% ഉള്ളത് പണ്ടേ, അതായത് പാകിസ്ഥാനും ഇന്ത്യയും വേർപിരിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരെണ്ണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞു. ലിബറേഷൻ ആർമി അവിടെ കിടന്ന് കടിപിടി കൂടുന്നുണ്ട്. പിന്നെ നമ്മുടെ പാക് അധീന കശ്മീർ, അതും പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധം പോലുമില്ല. അവിടെ വേറെ പ്രധാനമന്ത്രിയും വേറെ ഭരണഘടനയും വേറെ കൊടിയൊക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എനിക്കറിയാം, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ക്ഷമിക്കുക. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ ഒരു വമ്പൻ ഓപ്പറേഷൻ നടക്കുകയാണ്. ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഈ താലിബാൻ്റെ പ്രോക്സി ഈ പാക് അധീന കശ്മീരിലാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെഹ്രീക്കെ താലിബാനെ ഒതുക്കേണ്ടത് പാകിസ്ഥാൻ്റെ വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതിനകത്ത് കയറുന്ന പാകിസ്ഥാൻ സൈന്യത്തെ ചുമ്മാ മുച്ചൂടും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെഹ്രീക്കെ താലിബാൻ്റെ പ്രവിശ്യയായിട്ടുള്ള ഖൈബർ പക്തൂൺഖ്വയിൽ പാകിസ്ഥാൻ സ്വന്തം ജനങ്ങൾക്ക് മണ്ടയിൽ ബോംബിട്ടു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ തെഹ്രീക്കെ താലിബാനെ ഒതുക്കാനായി അവിടെ ഒരു വമ്പൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ വമ്പൻ ഓപ്പറേഷനും കൊണ്ട് തെഹ്രീക്കെ താലിബാൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവന്മാർ കമ്പും കുറുവടിയായിട്ട് വന്ന് ഇവന്മാർ മൊത്തം കുത്തി നിർത്തി. ഇനി കുത്തി നിർത്തിയ ശേഷം കഴിഞ്ഞ ദിവസം ഒരു പാക് ജനറൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്ഷമിക്കണം, പാക് മേജർ, ഇനി അതും പറഞ്ഞു വരരുത് പ്ലീസ്. ഒരു പാക് മേജറും ഒരു പാക് ലഫ്റ്റനന്റ് കേണലും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേണലായിട്ടുള്ള ജുനൈദ് താരിഖും മേജർ തയ്യിബ് റാഹത്തുമാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോരാത്തതിന് 11 സൈനികരെ അവിടെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തെഹ്രീക്കെ താലിബാൻ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു സൈനികനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ആസനം മൊത്തം വലിച്ചു കീറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാൻ നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബലൂച്ച് മേഖലയിൽ ഒരുപാട് റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട്. അമേരിക്ക
അമേരിക്ക അവിടെ വന്ന് ഖനനം നടത്തണം എന്ന് പറഞ്ഞ് അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞിഞ്ഞ് നിൽക്കുകയാണ് അസീം മുനീർ. അമേരിക്ക അവിടെ വരുമ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എങ്ങനെയെങ്കിലും ഒതുങ്ങി പൊക്കോളുമെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊന്നുമില്ല, ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന വലിയ രീതിയിലുള്ള ആക്രമണം, ഈ വമ്പൻ ഓപ്പറേഷൻ പാകിസ്ഥാൻ്റെ, ഈ പാകിസ്ഥാൻ തെഹ്രീകെ താലിബാനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയുമായിട്ട് എന്താണ് ബന്ധമെന്ന്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗാന്ധാരമാണ് എന്നാണ് സുമേഷ് കാവിപ്പടയൊക്കെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായിട്ടുള്ള പല ബന്ധങ്ങളുമുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയപ്പോൾ ഞാൻ അതിനെ എതിർത്തു, ഞാൻ ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും. കാരണം താലിബാൻ എന്ന് പറയുന്നത് ഭീകരവാദികളാണ്, താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമല്ല. താലിബാൻ ആ സമയം വിസ്മയമാണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു സുഡാപ്പി ചാനലുണ്ട്. ആ സുഡാപ്പി ചാനലിനെ ആ സമയത്ത് നമ്മൾ അച്ചമുച്ചൻ ട്രോൾ ചെയ്യുന്നു. പക്ഷേ താലിബാൻ വിസ്മയമാണെന്ന് സുഡാപ്പി ചാനൽ പറയാനുള്ളൊരു കാരണം താലിബാൻ എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര ഇസ്ലാമിക ഭീകരവാദ സംഘടനയാണ്. ആ ഒരു ഭീകരവാദ സംഘടന അവിടെ വന്നപ്പോൾ അവർ വിചാരിച്ചത്, ഇവിടെയുള്ള സുഡാപ്പി ചാനൽ വിചാരിച്ചത് നാളെ അവർ ഇന്ത്യയെ ആക്രമിക്കും, നരേന്ദ്രമോദി എടുത്ത് തോട്ടിക്കളയും, നരേന്ദ്രമോദി ഇരിക്കേണ്ട സ്ഥാനത്ത് അവർ വന്നിരിക്കും, ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കപ്പെടാനായിട്ട് പാകിസ്ഥാന് വേണ്ടി അവർ പണിയെടുക്കുമെന്നാണ് ഇവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ വിസ്മയം എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇന്ത്യ തവിടും പിണ്ണാക്കും കൊടുത്ത് ഇവന്മാരെ മെരുക്കി എടുക്കുന്നത് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ താലിബാനെ കുറിച്ച് ഒരു വാർത്തയും കൊടുക്കാതിരിക്കുകയാണ്. താലിബാൻ എന്ത് ചെയ്താലും ഇപ്പോൾ മുത്താക്കി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. മുത്താക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മന്ത്രിയാണ്. അയാൾ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലോട്ട് വന്നപ്പോൾ കൊടിയും പിടിയൊന്നും ഇല്ലാതെയാണ് വന്നത്. ഇങ്ങോട്ട് വന്ന് കയറി അജിത് ഡോവലുമായിട്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്താനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ വഴി അങ്ങ് പൊക്കോട്ടെ. പക്ഷേ ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. ഇന്ത്യക്ക് എതിരായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായിപ്പോയി. അതുകൊണ്ട് ഇത്രയും വലിയ വിസ്മയങ്ങളെ ഞങ്ങളുടെ കരിയറിൽ കണ്ടിട്ടില്ല മൂന്ന് ഗണ്ടകൾ എന്നാണ് ഇപ്പോൾ നമ്മുടെ സുഡാപ്പി ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് അതൊന്നുമല്ല. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാബൂളിൽ ഒരു വമ്പൻ സ്ഫോടനം നടന്നു. വമ്പൻ സ്ഫോടനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിൽ തുരു ആ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗൂഗിളിൽ എടുത്തൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതാണ്ട കണ്ട പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാബൂളിൽ നടന്ന സ്ഫോടനം പാകിസ്ഥാൻ്റെ ഒരു വ്യോമാക്രമണമാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പാകിസ്ഥാൻ അവിടെ വ്യോമാക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ കയറി വ്യോമാക്രമണം നടത്താനുള്ള ഒരു ധൈര്യം പാകിസ്ഥാനുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ടീമല്ല. അവരുടെ കയ്യിൽ കമ്പും കുറുവടിയും മാത്രമേ ഉള്ളെങ്കിലും ഈ താലിബാൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ നുഴഞ്ഞുകയറ്റമാണ്. അതാണ് അവരുടെ വാർഫെയർ അല്ലെങ്കിൽ വാർ ടെക്നിക് എന്നൊക്കെ പറയുന്നത്. നുഴഞ്ഞു കയറാൻ ഈ അഫ്ഗാനിസ്ഥാനികളെ പോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. താലിബാനെ പോയിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ഇവർ സൈനികരെല്ലാം കൊല്ലുന്നത്. പോരാത്തതിന് അതേൽ ബെൽറ്റ് ബോംബ് കെട്ടിയിട്ട് ഓടിച്ചെന്ന് സൈനികരെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് പൊട്ടിത്തെറിക്കാൻ ഇവർക്കൊരു മടിയുമില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ താലിബാൻ പാകിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിക്കുന്നത് വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു വിഷയമാണ് നമുക്ക് ഇന്ത്യക്ക്. വി ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളതിന് മാക്സിമം പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതും ചുറ്റിക്കൊണ്ട് ഇന്ത്യയിലേക്ക് കയറി വന്നാൽ മാത്രമേ നമ്മളിതിനെ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അങ്ങോട്ടേക്കൊക്കെ പോകട്ടെ, സാധ്യമല്ല. അവരും തമ്മിലുള്ള പ്രശ്നമില്ല. അവിടെ ഇനി പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ കാബൂളിൽ ഈ സ്ഫോടനം നടന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങളാണ് കഴിഞ്ഞ ദിവസം കാബൂളിൽ ഉണ്ടായതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ കാബൂളിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആ സ്ഫോടന ശബ്ദം കേട്ടതായി സ്ഥിരീകരിച്ചത് താലിബാൻ വക്താവായിട്ടുള്ള നമ്മുടെ നബീഹുള്ള മുജാഹിദാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ സ്ഫോടനം നടന്നു, പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ തെഹ്രീക്കെ താലിബാൻ്റെ തലവൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ടും അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. ഈ തെഹ്രീക്കെ താലിബാൻ്റെ അവൻ കൊല്ലപ്പെട്ടു ഇവൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉള്ളത് ഈ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, അതായത് നമ്മൾ ഈ തുർക്കിയെ ഇന്ത്യ വളഞ്ഞിട്ട് തുർക്കിയുടെ ഗ്യാസ് പൈപ്പ് ലൈനൊക്കെ പൊട്ടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ധനുഷ് പ്രോ, ശരിയാണോ? അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ഇങ്ങനൊരു വാർത്തയെ നമ്മൾ കണ്ടില്ലല്ലോ ഈ വാർത്ത എന്ന് പറഞ്ഞ് ഞാൻ സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഊളിയിട്ടിറങ്ങി മുങ്ങിത്തപ്പി. അങ്ങനെ മുങ്ങിത്തപ്പി ഞാൻ പൊങ്ങിയപ്പം അത്തരത്തിലൊരു വാർത്തയൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്ത ഒരു വാർത്തയെങ്കിലും കിട്ടിയെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് ഞാൻ വാരി വലിച്ചിട്ട് അലക്കിയേനെ. പക്ഷേ അതൊന്നും കാണാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ചില വാർത്തകളൊക്കെ കിട്ടി. അത് ഈ ഉത്തരേന്ത്യയിൽ ചില യൂട്യൂബർമാരുണ്ട്, നമ്മളിവിടുത്തെ നീലക്കുയിൽ എന്നൊക്കെ പറയില്ലേ, ഇവന്മാരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇവന്മാരെ അടിച്ചു വിടുന്ന കഥകളൊക്കെയാണ്. മറ്റേ സ്ഥിരം വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു വാർത്ത അടിക്കും, പെട്രോളിന് വില കുറഞ്ഞു എന്ന്. അങ്ങനെ കുറഞ്ഞ് ഇന്ത്യക്കാർക്ക് പെട്രോൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള വകുപ്പുമാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി അവന്മാരുടെ വേറൊരു വാർത്തയാണ് രാഹുൽ ഗാന്ധി BJPയിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ എടുക്കുന്ന മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവന്മാരുടെ ഒരു സർഗാത്മകമായിട്ടുള്ള സൃഷ്ടിയായിരുന്നു ഇതെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് എന്നോട് ചില ആൾക്കാർ ഇത് ചോദിച്ചത്. എന്തായാലും ഇതൊരു അറിയിപ്പായിട്ടെടുത്ത് ഈ ചോദ്യം അവസാനിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് താലിബാൻ വക്താവ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അദ്ദേഹം എക്സിലെ പോസ്റ്റിലാണ്
ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. വിഷമിക്കേണ്ട ആവശ്യമില്ല. പോരാത്തതിന് കാബൂൾ നഗരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടു. എന്നിരുന്നാലും ആരും വിഷമിക്കേണ്ട, എല്ലാം നന്നായിരിക്കുന്നു. നന്നായിട്ട് പൊട്ടിത്തെറിച്ചെന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എല്ലാം നന്നായിരിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞൊരു പോസിറ്റീവ് നോട്ടിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായിരുന്നാലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. അതിൻ്റെ അടുത്ത് ഒരു 4-5 സ്ഫോടനങ്ങൾ നമ്മൾ കേട്ടു, ആ ശബ്ദം ഞങ്ങൾ കേട്ടു. പോരാത്തതിന് ഈ ആകാശത്തൂടെ ഈ വിമാനങ്ങൾ പറന്നു പോകുന്ന ചില ദൃശ്യങ്ങൾ അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. അത് പാകിസ്ഥാൻ്റെ സൈനിക വിമാനമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിമാനം പുറത്തു വരുന്ന ഈ പറന്നു പോകുന്ന പല ദൃശ്യങ്ങളും ഇപ്പോൾ പല ന്യൂസ് ചാനലുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ അവന്മാർ ഇത് വലിച്ചാലുമായി. അതാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്നും തുറന്ന് പറയാത്തത്. കാരണം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഈ സാധനം കിട്ടണം. ഇല്ലെങ്കിൽ ഇത് വേർതിരിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ബുദ്ധി ഉണ്ടാകുന്ന വിഷയത്തിൽ നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയാൽ മാത്രമേ നമുക്കത് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണം ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഭൂട്ടാനിലോട്ട് റെയിൽവേ പാത അങ്ങനെ പണിയുകയാണ് 3000 കോടി രൂപയിൽ. അങ്ങനെ പണിയുന്ന പിറ്റേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ മറ്റേ അഗ്നി മിസൈൽ ട്രെയിനിൽ നിന്ന് അടിക്കാനുള്ള സെറ്റപ്പ് പരീക്ഷിച്ചത്. രണ്ട് വാർത്തയാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ബംഗ്ലാദേശിൻ്റെ വളഞ്ഞാണ് ഈ റെയിൽവേ പാത പോകുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഈ റെയിൽവേ പാതയിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ മുക്കിലും മൂലയിലും ഈ അഗ്നി മിസൈൽ ട്രെയിനിൽ നിന്ന് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ബന്ധിപ്പിക്കാനുള്ളൊരു ഒരു നോർമൽ ഒരു കഴിവ് വേണം. അപ്പോൾ ആ കഴിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ തുർക്കിയുടെ വാർത്തയിലും ഈ കാബൂളിലെ ഈ സ്ഫോടന വാർത്തയിലും ഇത് നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷേ കാബൂളിൽ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 സംബന്ധിച്ച വാർത്തയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0 എങ്ങനെയായിരിക്കുമെന്നുള്ളതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പറഞ്ഞിരുന്നു. ആ വാർത്തയിൽ ഈ നിറ്റ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ്, അതായത് ഈ പ്രതിരോധ വകുപ്പിന് കീഴിൽ വരുന്ന ജപ്പാൻ്റെ ഏറ്റവും വലിയ തിങ്ക് ടാങ്കുകളാണ് ഇവർ പാകിസ്ഥാനും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ഇന്ത്യ അടിക്കാൻ പോകുന്നത് ബഹിരാകാശത്ത് നിന്നായിരിക്കും, സൂക്ഷിച്ചോ എന്ന് പറയുന്നത്. മനുഷ്യരാശിയിലെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ യുദ്ധമാണ് ഇന്ത്യ തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. സാധ്യതകളുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ഇപ്പോൾ വലിയ വെടിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടുകയാണ്. പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് മേടിച്ചു. ഇപ്പോൾ അമ്രാൻ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു റോക്കറ്റ് പാകിസ്ഥാൻ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കണം. അമേരിക്കയുടെ മത്താപ്പാണ് ഈ സാധനം എന്ന് പറയുന്നത്. അമേരിക്കയുടെ മത്താപ്പെടുത്ത് പാകിസ്ഥാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അമ്രാൻ ഈ മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റഫേലിനെ തടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ കിളയ്ക്കും എന്നാണ് ഇന്ത്യ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മിസൈലിൻ്റെ ടെക്നോളജിയൊക്കെ നമ്മൾ പണ്ടേ പിരിച്ച് പഠിച്ച് അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. നീ എന്തൊക്കെ വാങ്ങിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ പൂച്ചയ്ക്ക് പുല്ല് പറിച്ചു കൊടുക്കുക ഇരിക്കുന്നതല്ല എന്നായിരിക്കും നമ്മുടെ ഇന്ത്യൻ കരസേനാ മേധാവിയും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യ ബഹിരാകാശത്ത് നിന്ന് അടിക്കുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അവരുടെ എയർ ബേസുകൾ 13 ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി അവന്മാരുടെ എയർ ബേസുകളെല്ലാം തന്നെ. അങ്ങനെ അവന്മാരുടെ എയർ ബേസുകളെല്ലാം തന്നെ അവന്മാർ എന്ത് ചെയ്യുന്നു, ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഭൂഗർഭത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. അതായത് ഇറാൻ എങ്ങനെയാണോ അവരുടെ ആണവ നിലയങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, ഈ മലയ്ക്കടിയിലേക്കാണ് അവന്മാർ അത് ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ടാണ് തകർക്കാനായിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളൊന്നും വേണമെന്ന് പറയുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ അതാകണ്ട ഈ ഗത പോലെ ഇരിക്കും. അതിങ്ങനെ ഈ ബോംബറുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മലയിൽ വന്ന് വീണ് മല ഇങ്ങനെ തുരന്ന് അകത്തോക്ക് പോയി ഈ അകത്ത് റിയാക്ടറിൻ്റെ അടുത്ത് നിന്ന് വീഴും, എന്നിട്ട് പൊട്ടിത്തെറിക്കും. ഇതാണ് ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. നമ്മുടെ ഇസ്രായേലൊക്കെ അത് പ്രയോഗിച്ചില്ല. നമ്മുടെ നസറുള്ള ഉണ്ടല്ലോ, ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള, അവനെ കൊല്ലാനായിട്ട് പ്രയോഗിച്ചു. അവൻ പിന്നെ ഭയങ്കര ഡീസൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് മോളിൽ നിന്ന് ഇട്ടതും അത് വരണ കണ്ട് തന്നെ ഹൃദയം പൊട്ടി ചത്തു കൊടുത്തു. അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല, ബോംബിന് അവിടെ ഉപയോഗം ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ഒരു നീക്കം കൂടെ നടത്തുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും അഫ്ഗാനിസ്ഥാനിൽ ഈ വമ്പൻ ആക്രമണം നടത്തിയത് അത് പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാനെ മോനെ നിൻ്റെ കാര്യം കാട്ടാപ്പോഹയാണ് എന്ന് മാത്രമേ പറയാതുള്ളൂ. കാരണം ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ 2.0 സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ബലൂചിസ്ഥാൻ ആർമി അടി തുടങ്ങും, മറ്റേ സൈഡിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ്റെ അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിമിട്ട അടിയായിരിക്കും, അടി കൊണ്ട് ചിപ്പം കിട്ടും, അങ്ങനെ ഒരു അടിയായിരിക്കും തുടങ്ങും. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് നമ്മൾ മറ്റേ ഇൻഡസ് വാലി ട്രീറ്റിയൊക്കെ നമ്മൾ നിർത്തി വെച്ചില്ല. വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇപ്പം തന്നെ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. അവരവിടെ കിടന്ന് ബഹളം വെച്ച് തുടങ്ങും. അങ്ങനെ നാലുപാടും ബഹളവും അപ്പുറത്തുനിന്ന് ഇന്ത്യയുടെ അടിയും കൂടെ ആകുമ്പോൾ പാകിസ്ഥാൻ 4ആയിട്ട് പിളർന്നു പോകും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് തന്നെയാണ് എല്ലാ സൂചനകളും ഉള്ളത്. ഇന്ത്യക്ക് ഇപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ 4ആയിട്ട് പിളർത്താം. പക്ഷേ അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളും പാകിസ്ഥാനും കൂടെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടണമെന്ന് അമേരിക്ക ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വേട്ടാവളിയാണ് ഇതിനെല്ലാത്തിനും കാരണം. അവന് ആയുധങ്ങൾ വിൽക്കാനും അവന് ലോക രാജ്യങ്ങളുടെ
മുമ്പിൽ ലോക പോലീസ് ചമയാനും എപ്പോഴും ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ട് അടിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അത് ഇനി നടക്കില്ല എന്ന് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇന്ത്യ സംയമനം പാലിക്കുന്നതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. ഇല്ലെങ്കിൽ നാളേക്ക് നാളെ അല്ലെങ്കിൽ പണ്ടേക്ക് ഈ പാകിസ്ഥാനെ 4 പിളർത്തിയിട്ട് പോയിക്കിട്ടേ ഇറുപ്പേ. അതാണ് ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇവൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളും അവനും തമ്മിൽ അടി കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ അടി കൂടുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നിശ്ചലമാകും. നമുക്ക് ചലിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. കാരണം നമ്മുടെ സമ്പത്തെല്ലാം യുദ്ധത്തിന് വേണ്ടി നമ്മൾ എടുത്ത് ചിലവഴിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഒരു മിസൈൽ അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് അയക്കണമെങ്കിൽ 20,000 കോടി രൂപയ്ക്ക് അടുത്താണ് ചിലവെന്ന് പറയുന്നത്. ഈ 20,000 കോടി രൂപ എടുത്ത് ജനങ്ങൾക്ക് റോഡ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബിസിനസ് കിടക്കും, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇന്ത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതുകൊണ്ട് തന്നെ മാക്സിമം ഒതുങ്ങി അടങ്ങിയിരിക്കുകയാണ്. ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ ചൊറിയാണ്. ഇപ്പോൾ സർക്രിക്കിലടക്കം വന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് അഫ്ഗാനിസ്ഥാനെ കയറി അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു അടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരെ ഗംഭീരമായിട്ടാണ് മുന്നേറുന്നത്. കാരണം സിവിലിയൻസിൻ്റെ മണ്ടയിലൊന്നും ബോംബിടാതെ ഇവൻ്റെ മർമ്മത്ത് എങ്ങനെ അടിക്കാമെന്നുള്ളതാണ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത്. ആ മർമ്മത്തടിക്കാനുള്ള പദ്ധതികളെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വൈകാതെ നമ്മളെടുത്ത് പ്രയോഗിക്കും. ഇതിൻ്റെ അണ്ണാക്കിലെ ലാസ്നത്തിൽ മെസ്സേജ് അടിച്ചു തരും. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് മെസ് വിത്ത് അസ്. അപ്പോൾ ശരി.